ധർമ്മസ്ഥലയിലെ വനമേഖലയിൽ കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾക്കായുള്ള തെരച്ചിൽ തുടരുന്നു. 7ാമത്തെ പോയിന്റ് മുതലാവും പരിശോധന നടത്തുക. ഒരേ സമയം തൊഴിലാളികളെ ഉപയോഗിച്ചും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചും തിരച്ചിൽ നടത്താനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സാരംഗ് സുരേഷ് വിശദ വിവരങ്ങൾ നമുക്ക് നൽകും. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് നമ്മൾ ഈ കാര്യം ഏറ്റവും ആദ്യം കണ്ടെത്തി എന്ന വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത് സാരംഗായിരുന്നു. 15 അസ്ഥിഭാഗങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് വിവിധ ആൾക്കാരുടേത് എന്ന് കരുതപ്പെടുന്നതാണോ, പുരുഷനാണോ, സ്ത്രീയാണോ തുടങ്ങി ഒരുപാട് വ്യക്തതകൾ വരേണ്ടതുണ്ട്. ഇന്ന് 7ാമത്തെ പോയിന്റ് മുതലുള്ള തെരച്ചിലായിരിക്കും നടത്തുക. എന്താണ് വിശദ വിവരങ്ങൾ? ഇതിനോടകം അതിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? മോത്തി, ഗുഡ് മോർണിംഗ്. സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത രീതിയിലേക്കൊക്കെ തന്നെയുള്ള നടപടികൾ തന്നെയാണ് ഇന്നും ആരംഭിക്കാൻ പോകുന്നത്. ബെൽത്തങ്ങാടിയിലെ SIT ഓഫീസർ രാവിലെ പ്രധാനപ്പെട്ട വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ യോഗം ചേരും. ഇന്നലത്തെ ഒരു ബ്രീഫിംഗ് അതിനോടൊപ്പം തന്നെ ഉണ്ടാകും. അതിനുശേഷം രാവിലെ 10 മണിയോടുകൂടിയാവും ഈ SIT ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ദൃക്സാക്ഷി അടക്കം ഈ വനഭൂമിയിലേക്ക് എത്തുക. അതിനുശേഷം 7ാമത്തെ പോയിന്റ് തൊട്ട് ഇത്തരത്തിൽ കുഴിച്ചു പരിശോധന നടത്താൻ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. അവർ ഒരേ സമയം തന്നെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും തൊഴിലാളികളെ ഉപയോഗിച്ച് കൊണ്ടും മേനലായുള്ള ഒരു തിരച്ചിൽ തന്നെയായിരിക്കും. ഇത്രയും ദിവസം കാര്യമായ ഒരു തെളിവ് ലഭിച്ചില്ല എന്നുള്ള ഒരു നിരാശ അവർക്കുണ്ടായെങ്കിലും ഇപ്പോൾ പുതിയൊരു ഊർജ്ജം അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ഊർജ്ജത്തോടുകൂടി, കൂടുതൽ ശ്രദ്ധയോടുകൂടി, കൂടുതൽ കരുതലോടുകൂടി തന്നെയായിരിക്കും 7ാമത്തെ ആ ഒരു പോയിന്റ് തൊട്ട് കുഴിച്ച് പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് നീങ്ങുക. മാത്രമല്ല മുൻ പോയിന്റുകളിൽ നിന്ന് തികച്ചും വെളിപ്പെടുത്തിയിരുന്നത്. അങ്ങനെയെങ്കിൽ ഈ മറ്റ് അസ്ഥി ഭാഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത് എവിടെയായിരിക്കും? ഈ പോയിന്റുകൾ തുടക്കത്തിൽ 5 പോയിന്റുകളിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ ശരീരങ്ങൾ മറവ് ചെയ്തതായുള്ള എന്തെങ്കിലും ഫോറൻസിക് പരിശോധന, കെമിക്കൽ പരിശോധന ഫലങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ? നിലവിൽ കെമിക്കൽ പരിശോധന റിപ്പോർട്ടുകളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ആദ്യഘട്ടത്തിൽ തന്നെ നേരത്തെ നമ്മൾ പലതവണയായി സൂചിപ്പിച്ചതാണ്, ഈ സംഘത്തോടൊപ്പം തന്നെ ഈ SIT സംഘത്തോടൊപ്പം തന്നെ ഏറെ വിദഗ്ധരായിട്ടുള്ള ഫോറൻസിക് വിദഗ്ധരും അതോടൊപ്പം തന്നെ ആന്ത്രോപോളജി വിദഗ്ധരുമുണ്ട്. അവർ നടത്തിയ പ്രാഥമിക പരിശോധന, മഹസ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് തൊട്ടു മുൻപേ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് ഇതൊരു പുരുഷന്റെ അസ്ഥിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നത്. അതിൻ്റെ പഴക്കമടക്കമുള്ള, അതുപോലെ തന്നെ അതിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ക്ഷതം ഏറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം കൃത്യമായൊരു വ്യക്തത വരേണ്ടതായുണ്ട്. ആ ഒരു റിപ്പോർട്ടൊക്കെ തന്നെ സമയത്തിനകം തന്നെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു ക്ഷതമുണ്ട് എന്നുള്ള ഒരു കാര്യം ഒരു വ്യക്തത വരികയാണെങ്കിൽ അത് ഈ ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഇത്രയും ദിവസമായി ഈ ഒരു കാറ്റും മഴയും പോലും തൃണവൽഗണിച്ചുകൊണ്ട് നടത്തുന്ന ആ ഒരു പരിശോധനയ്ക്ക് വലിയ ഊർജ്ജം നൽകുന്ന വലിയൊരു ടേണിംഗ് പോയിന്റായി മാറുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. മോത്തി, ശരി സാരംഗ്.